അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉണ്ട്. എന്റെ പൊന്നളിയാ, എന്തായാലും അളിയൻ ആ യൂട്യൂബിന്റെ ഐശ്വര്യന്നേ പറയാനുള്ളൂ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. പക്ഷേ മൊട കണ്ട എടപെടുവണ്ണ ഒരു അളിയനായിട്ട് അഭിനയിക്കുന്ന ഒരു പയ്യനുണ്ട്. വെറുതെ കിടന്ന് ഉരുളാദാശനെ ഇവിടെ കയറി വന്ന് ന്യായം അന്യായം പറയാൻ നമ്മളാരാണാവോ? നമ്മൾ വെറും വഴിവാക്കര്. നമ്മൾ ഉദ്ദേശിച്ചതിൽ കൂടുതൽ നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോയ പാട്ടേ കണ്ടോ? ഒരു പെച്ചക്ക് പാട്ടയാണെന്ന് തോന്നുന്നു. നിനക്ക് പരിചയമുണ്ടോ? ഇല്ല. ഓരോ മനുഷ്യന്മാരുടെ മനസ്സിന്റെ ഒരു വലിപ്പേ. കാരണം അത്രയ്ക്ക് എലമെന്റ്സ് ആണ് അവർ തന്നിട്ടുള്ളത്. അവൻ പൊട്ടന് വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞതാ. നോട്ടത്തിൽ തന്നെ അവരൊന്ന് വേരാളാണ്. അടുത്ത പ്രാവശ്യം പോകുന്നതിന് മുമ്പ് മമ്മൂട്ടിയുടെ അടുത്ത് ട്യൂഷന് പോയിട്ട് പോവാം. ഓ അത് ശരി, നമുക്കിത് വല്ലതും അറിയൂ. സ്റ്റോറി ലൈൻ വൈസ് ആണെങ്കിൽ ഒരു കുഞ്ഞു സ്റ്റോറിയാണ്, ഒരു ചെറിയ കഥ. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. അതെ, എന്റെ കാര്യങ്ങൾ താൻ ഇടപെടണ്ട, താൻ തന്റെ കാര്യം മാത്രം നോക്കിയാ. ആ കഥയെ അവരിൽ മാക്സിമം എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോമഡി എന്റർടൈനറാണ്. ഇന്നലെ വന്ന് അളിയൻ, അനിയനല്ലാട്ടോ അളിയൻ, വന്നൊരു വാർത്താ സമ്മേളനം നടത്തി. വായ മൂടാ. അതെന്റെ മിടുക്ക്. ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഒക്കെ ഞാൻ കൊണ്ട്. മെസ്സേജ് ഒന്നുമില്ല, നല്ലൊരു എന്റർടൈനറാണ്, എല്ലാരും എൻജോയ് ചെയ്യും. ഇന്നലത്തെ അളിയന്റെ ഒരൊറ്റ വാർത്താ സമ്മേളനം കൊണ്ട് സബ്സ്ക്രൈബേഴ്സും ആവശ്യത്തിലേറെ വ്യൂവുമായി കിട്ടിയിട്ടുണ്ട്. അറിയാതെ അബദ്ധത്തിലൊന്നും പോയി ചാടരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്റെ പൊന്നളിയാ, ചിരി വകതിരിവ് വേണ്ടേ? അളിയൻ ഇനി ഈ വീട്ടിൽ അലുവയും കൊണ്ട് വരരുത്. ഇതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ട്. പെരിയവനെ പ്രയോഗിക്കും മുമ്പുള്ള ഒരു മുന്നറിയിപ്പ്. ഓൺലി വിഷ്വൽ ഇമ്പാക്ട്. അയ്യോ വേണ്ട, അല്ലാതെ എന്റെ മുറിയുന്നുണ്ട് ഈ വാചകം കേട്ടിട്ട്. ഞങ്ങൾ പ്രേക്ഷകർക്ക് അതേ പറയാനുള്ളൂ. ഔചിത്യം എന്നൊരു സാധനം ഉണ്ടല്ലോ. അർജുൻ ചാണ്ട അളിയൻ കുടുംബം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അർജുൻ ചാണ്ട അളിയനാണ് ഇതൊക്കെ പറഞ്ഞത്. കണ്ടാലറിയാം തട്ടിപ്പ് കേസ് കേട്ടാണ്. ഈ അച്ഛൻ അമ്മയും അറിഞ്ഞിട്ടില്ല പകുതി കാര്യങ്ങള്. ഇവരല്ല പറയുന്നത്, ജിതിനാണ് പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അധികം പറഞ്ഞ് പിടിപ്പിച്ചേക്കാണ് കാര്യങ്ങള്. ഈ അച്ഛനമ്മയ്ക്കും അറിയില്ല പല കാര്യങ്ങളും. അതൊരു മഹാസംഭവം. ന്യൂസുകാരെ വിളിച്ചു വരുത്തി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് സഹകരിച്ച പോലീസുകാര്, മീഡിയ അറ്റൻഷൻ ആൾക്കാർക്ക്, ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു മീഡിയ അറ്റൻഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയക്കാരെ വിളിച്ചു വരുത്തിയിട്ട് മനാഫിക്കാനെ നാണം കെടുത്തി വിട്ടത്. പല ഫണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവോടല്ല. അദ്ദേഹത്തിന് അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നു. വർക്കിച്ച യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. ശിരൂരിൽ തെരച്ചിൽ നടത്തുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ തെരച്ചിൽ നിർത്തിക്കഴിഞ്ഞാൽ അർജുന്റെ അളിയൻ പോവും. കുറച്ച് അവലോസുണ്ട വാങ്ങിച്ചിട്ട് വരാം. അതെന്തിനാ? ഞങ്ങൾക്ക് കടിച്ചാ പൊട്ടാത്ത ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കണം. മനാഫ് രാത്രി വരെ ഉണ്ടാവും. എന്തിനും മനാഫിക്ക് അത്ര കഷ്ടപ്പാട് പെട്ടിട്ടുണ്ട് ഇതിനു വേണ്ടിട്ട്, അർജുൻ ചേട്ടന് വേണ്ടിട്ട്. അളിയാ, വകതിരിവ് എന്ന് പറയുന്നത് കടയിൽ വാങ്ങാൻ കിട്ടും. എന്തോ സൈക്ലിക് പ്രോബ്ലം ആണ്, എന്തോ കണസാ പ്രശ്നമാണ്. ഈ കൊട്ടാരത്തിൽ ഞാൻ മാത്രം മതി, ബാക്കി എല്ലാരും പുറത്ത്.